ഇന്ന് നമുക്കൊരു പൊതിച്ചോറായാലോ? തൂശനില മുറിച്ച് വെച്ച് തുമ്പപ്പ് ചോറ് വിളമ്പി എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ കിട്ടിയ ഇല മുറിച്ച് വെച്ച് ഉണ്ടായിരുന്ന അരി കൊണ്ട് ചോറ് വെച്ചു. നല്ല വൻപയർ തോരനും പിന്നെ വഴുതനങ്ങ ഫ്രൈ ഒക്കെ വെച്ച് കൊടുത്തു. വൻപയർ തോരനും ഞാൻ തമ്മിലുള്ള പ്രേമം തുടങ്ങിയത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തട്ടോ. പൊതിച്ചോറെന്ന് കേട്ടാൽ വൻപയർ തോരനില്ലാത്തൊരു പൊതിച്ചോറ് എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല. കൂടെ ഏറെ തേങ്ങയുള്ളിയൊക്കെ ചേർത്ത് പൊരിച്ചെടുത്ത നല്ല മുട്ട പൊരിച്ചത്, പിന്നെ നല്ല നെല്ലിക്ക അച്ചാറും. മച്ചാനത് പോരെ അളിയ എങ്ങനെ? ഇനി പൊതിഞ്ഞ് വയ്ക്കാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ 8 മണിക്ക് പൊതിഞ്ഞ് വയ്ക്കുന്ന പൊതിച്ചോറ് 3-4 മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് അതങ്ങോട്ട് തുറക്കുമ്പോൾ ക്ലാസ്സിൽ മുഴുവൻ പരക്കുന്ന ആ വാഴയിലയുടെയും കറികളുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ. ഓഹ്, അതൊന്ന് വേറെ തന്നെയാണ്. പൊതിഞ്ഞ് വെച്ചിട്ട് അധിക സമയമൊന്നും ആയില്ലെങ്കിലും എൻ്റെ പൊതിച്ചോറ് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള കാന്താരിമുളക് ഇടിച്ച് ചേർത്ത കട്ട തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും നോക്കണ്ട, എല്ലാം കൂടെ നമുക്ക് കുഴച്ചടിക്കാം. തൈരും ചമ്മന്തിയും മുട്ട പൊരിച്ചതും പയറുമെഴുക്കുരട്ടിയും വഴുതനങ്ങ വറുത്തതും നല്ല അച്ചാറും കൂടെ കൂട്ടിച്ചേർത്ത് നന്നായി കുഴച്ചിളക്കി ഇടം വില നോക്കാതെ ഒറ്റയടി. എൻ്റെ പൊന്നു കർത്താവേ, എന്നാ രുചിയായതിന്! പൊതിച്ചോറിൻ്റെ മണം അടിച്ചപ്പോളെ അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞത് ഒരാളോടി വന്നിട്ടുണ്ട് കേട്ടോ. അവന് കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആഹാ, എന്താ അഭിനയം! അഭിനയമല്ല കേട്ടോ, സൂപ്പർ. അപ്പോൾ ദാറ്റ്സ്